കനത്ത മഴയെ തുടർന്ന് ഹൈദരാബാദിൽ വെള്ളപ്പൊക്കം. മൂസി നദി കരകവിഞ്ഞൊഴുകിയതിനാൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. 1000-ലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചു. മഹാത്മാഗാന്ധി ബസ് സ്റ്റാൻഡിൽ വെള്ളം കയറിയതോടെ സർവീസുകൾ തടസ്സപ്പെട്ടു. രണ്ട് ദിവസമായി ഹൈദരാബാദിലും സമീപ ജില്ലകളിലും ശക്തമായ മഴയാണ്. ഇന്നലെ രാത്രി മഴ കനത്തതോടെ ഹിമായത് സാഗർ, ഉസ്മാൻ സാഗർ അണക്കെട്ടുകളുടെ ഷട്ടർ ഉയർത്തി. ഇതോടെ മൂസി നദി കരകവിഞ്ഞൊഴുകി. മുന്നറിയിപ്പില്ലാതെ ഷട്ടറുകൾ ഉയർത്തിയത് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. രാത്രി 9 മണിയോടെ വീടുകളിൽ വെള്ളം കയറി. 11 മണിക്ക് ശേഷമാണ് പലരെയും സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയത്. 1000-ലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. അടുത്ത 4 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മഹാത്മാഗാന്ധി ബസ് സ്റ്റാൻഡിലടക്കം വെള്ളം കയറിയതിനാൽ സർവീസുകൾ തടസ്സപ്പെട്ടു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ദുരിതബാധിത മേഖലകൾ സന്ദർശിച്ചു. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.